പല ആളുകൾക്കും ചെന്നിക്കുത്ത് അല്ലെങ്കിൽ മൈഗ്രെയിൻ കാരണം പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട്. അപ്പൊ മൈഗ്രെയിൻ ഒഴിവാക്കാനായിട്ട് ഒരു 7ഓളം കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാം. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ട്രിഗർ കണ്ടുപിടിക്കണം. പലർക്കും പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഈ മൈഗ്രെയിൻ ഉണ്ടാകുന്നത്. ആ കാരണം കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ ഒഴിവാക്കിയാൽ മൈഗ്രെയിൻ പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് പറ്റും. ഇനി മൈഗ്രെയിൻ ഉള്ള വ്യക്തികൾ 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ ഉറങ്ങിയിരിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ഇവർക്ക് ഒരു താളത്തിൽ തന്നെ ഉറങ്ങാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഒരു ദിവസവും ഒരേ സമയത്ത് ഉറങ്ങുന്നതിനാണ് നല്ലത്. ഇനി ഇത്തരം വ്യക്തികൾ നമ്മൾ വളരെ സൗണ്ട് ഉള്ള വോയിസ് ഉള്ള സ്ഥലത്ത് പോയി ഇരിക്കുകയോ അതുപോലെ ഒത്തിരി വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കണം. കാരണം മിക്ക ആളുകൾക്കും അതാണ് ഒരു കാരണമായിട്ട് മാറുന്നത്. നല്ലോണം വെള്ളം കുടിച്ചിരിക്കണം. ഓരോ 25 കിലോയ്ക്കും 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലുള്ള വെള്ളം കുടിച്ചിരിക്കണം. ഒരു 75 കിലോ ഉള്ള വ്യക്തി 3 ലിറ്ററൊക്കെ വെള്ളം കുടിക്കണം. ആ ഒരു കാര്യം മറക്കരുത്. പിന്നെ വൈറ്റമിൻ ഡി എന്നുള്ളൊരു കാര്യം എപ്പോഴും നോർമലാക്കി വെക്കണം. വൈറ്റമിൻ ഡി നമുക്ക് വെയിലിൽ നിന്നാണ് കിട്ടുന്നത്. പക്ഷെ വെയിൽ കൊള്ളാനായിട്ട് പറ്റാത്തത് കൊണ്ട് സപ്ലിമെന്റ്സ് എടുക്കേണ്ടതായിട്ട് വരും. അത് നിർബന്ധമായിട്ടും കഴിച്ചിരിക്കും. പിന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സും നട്ട്സും സീഡ്സും ഉള്ള ആഹാരങ്ങൾ ധാരാളം കഴിക്കുക. അത് നമ്മുടെ ബ്രെയിന് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് മൈഗ്രെയിൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. എക്സസൈസ് വളരെ നല്ലതാണ്. എയറോബിക് എക്സസൈസ് ആണ് ചെയ്യേണ്ടത്. നമ്മൾ വളരെ വേഗത്തിൽ നടക്കുക, സൈക്കിൾ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നീന്തുന്നത് നല്ലതാണ്. വെയിറ്റ് എടുത്തിട്ടുള്ള എക്സസൈസ് നിർബന്ധമായിട്ടും 30 മിനിറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ പഞ്ചസാര, മൈദ അടങ്ങിയ ആഹാരങ്ങൾ, അതുപോലെ നമ്മുടെ ശരീരത്തിന് ദോഷമായിട്ടുള്ള ജങ്ക് ഫുഡ്സുകൾ പാടെ ഒഴിവാക്കേണ്ടതാണ്. ഈ 7 കാര്യങ്ങളാണ് നമ്മൾ മൈഗ്രെയിൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാനായിട്ട് ചെയ്യേണ്ടത്. ഈ ട്രിഗേഴ്സ് നമ്മൾ വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. ചിലപ്പം നമുക്ക് ചോക്ലേറ്റ് കഴിക്കുമ്പോഴായിരിക്കും ഉണ്ടാവുന്നത്, ചിലപ്പം ഏതെങ്കിലും ഒരു മണം അടിക്കുമ്പോഴായിരിക്കും ഉണ്ടാവുന്നത്. ആ ട്രിഗർ കറക്റ്റായിട്ട് കണ്ടെത്തുകയും വേണം. ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൈഗ്രെയിൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാനായിട്ട് പറ്റും. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.